الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സമ്പൂർണമായ ഒരു നോമ്പിന് ശേഷം, റമദാനിന് ശേഷം അതിന്റെ പരിസമാപ്തി എന്നോണം ഈദ്ഗാഹിൽ ഈദുൽ ഫിത്തറിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഒരു മനുഷ്യന്റെ ആയുസ്സിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒരു റമദാനു കൂടെ ലഭിക്കുക എന്നുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ഈദ്ഗാഹിൽ ഇതേ സ്ഥലത്ത് നമ്മുടെ കൂടെ നാം കൊണ്ടുവന്ന പല ആളുകളും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അള്ളാഹു അവിടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, അവിടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു റമദാനും ഇനിയൊരു പെരുന്നാളും നമുക്കുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ഈ റമദാനിലെ പുണ്യങ്ങളെ സ്വീകരിക്കുവാനും ഇനിയുള്ള ജീവിതത്തെ അതിനനുസരിച്ച് ക്രമപ്പെടുത്തുവാനും നമ്മൾ എല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. എന്തായിരുന്നാലും പെരുന്നാൾ ഒരു സന്തോഷം തന്നെയാണ്. നമുക്കറിയാം, യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ എന്ത് തോന്നിയാസങ്ങളും ആഘോഷങ്ങളാക്കി മാറ്റിയിരുന്ന ഒരു കാലഘട്ടത്തിൽ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വന്നപ്പോൾ അവിടെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ആഘോഷങ്ങൾ കണ്ടപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് എന്താണ് നിങ്ങളുടെ ഈ ആഘോഷം? അവർ പറഞ്ഞു, കുന്നാ നൽഅബു ഫീഹിമാ ഫിൽ ജാഹിലിയ. ഇതൊക്കെ ജാഹിലിയ കാലത്ത് ഞങ്ങൾ കളിക്കാരും ചിരിക്കാരും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾക്കുണ്ടായ ദിവസങ്ങളാണ്, ആഘോഷ ദിവസങ്ങളാണ്. അവിടെയാണ് അള്ളാഹുവിന്റെ റസൂല് ഈ പെരുന്നാളിന്റെ പ്രഖ്യാപനം നടത്തിയത്. ഇന്നല്ലാഹ ഖദ് അബ്ദലക്കും ബിഹിമാ ഖൈറം മിൻഹുമാ. എന്നാൽ നിങ്ങൾക്കുള്ള ഈ രണ്ട് ആഘോഷങ്ങളെക്കാളും ഉത്തമമായ ഒരു ആഘോഷത്തെ നിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ചു തന്നിരിക്കുന്നു. യൗമുൽ അദ്ഹ വ യൗമുൽ ഫിത്ർ. യൗമുൽ അദ്ഹയും യൗമുൽ ഫിത്റുമാകുന്നു അത് എന്ന് നിർദ്ദേശിച്ചു. എല്ലാവിധ സന്തോഷങ്ങളും, ഹലാലായ എല്ലാ സന്തോഷങ്ങളും അനുവദിക്കപ്പെട്ട ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ. നല്ല ഭക്ഷണം കഴിക്കണം,
അയ്യാമു തശ്രീഖിനെ കുറിച്ച്, ബലിപെരുന്നാളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുന്നുണ്ടല്ലോ, അന്ന് അക്കലും ഷുറുബും, തിന്നും കുടിക്കുക എന്നുള്ളത് സുന്നത്തായ ഒരു പുണ്യകർമ്മമാണ്. അതേപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വല്ല വസ്ത്രം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വാങ്ങിക്കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, തജമ്മൽ ബിഹാലിൽ ഈദി വൽ വുഫൂദ്. ആൾക്കാർ വരുമ്പോൾ സ്വീകരിക്കാനും അതേപോലെ തന്നെ പെരുന്നാളിനും വേണ്ടി അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾക്ക് ഈ കുപ്പായം ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുകൊണ്ട് നിങ്ങൾ ഭംഗിയായി ധരിക്കൂ എന്ന് നബി ഇസ്ലാം. അപ്പൊ നല്ല വസ്ത്രം ധരിക്കണം, സന്തോഷത്തിന് വേണ്ടെന്നല്ലേ, നല്ല സുഗന്ധങ്ങൾ ഉപയോഗിക്കാൻ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ പെരുന്നാൾ ദിവസങ്ങളിൽ നല്ല സുഗന്ധങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പൊ എല്ലാ നിലക്കും ആഘോഷിക്കാനും സന്തോഷിക്കാനും തന്നെയാണ് സഹോദരങ്ങൾ. എന്ന് ഞങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ നമ്മുടെ ഈ ഈദ്ഗാഹില് തൊട്ടടുത്ത ആശുപത്രികളിൽ നിന്ന്, രോഗികളുടെ അടുക്കൽ നിന്ന് വന്ന ആളുകൾ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മരണം സംഭവിച്ച വീടുകളിൽ നിന്ന് ഈ ഈദ്ഗാഹിലേക്ക് വന്ന ആളുകളുണ്ട്. മാരകമായ രോഗികളെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ജീവിത പ്രതിസന്ധികളിൽ പല പ്രയാസങ്ങളെയും അടുത്ത ആഴ്ചകളിൽ തരണം ചെയ്യാൻ കാത്തിരിക്കുന്നവരുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റും. എങ്ങനെ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുന്നത്? നമ്മുടെ മനസ്സിന്റെ സന്തോഷം, ആഹ്ലാദമെന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, അതിഭൗതികമായിട്ടുള്ള അടിച്ചു പൊളിക്കലുകളല്ല. അതിനപ്പുറത്ത് നമ്മുടെ വിശാലമായ ഹൃദയവും മനസ്സും അനുഭവിക്കുന്ന ആഹ്ലാദകരമായ ഒരു സന്തോഷമുണ്ട്, ഒരു സൗഭാഗ്യമുണ്ട്. അതുതന്നെയാണ് ഇഹലോകത്തും പരലോകത്തുമുള്ള ഏറ്റവും വലിയ സന്തോഷം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചു. അവർ പറഞ്ഞു, ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്, 3 ചെറിയ പിഞ്ചു മക്കളുണ്ട്. അടുത്ത ആഴ്ച ക്യാൻസറിന്റെ 3rd സ്റ്റേജിലുള്ള ഒരു വലിയ ഓപ്പറേഷന് ഞാൻ വിധേയമാവുകയാണ്. പക്ഷെ എനിക്കൊരു പരാതിയില്ല, എനിക്കൊരു വിഷമമില്ല. അള്ളാഹു തന്ന പരീക്ഷ എനിക്കറിയാം. പക്ഷേ എനിക്കുള്ള ഏറ്റവും വലിയ സമാധാനവും ആശ്വാസവും പടച്ചവനോട് പറയാലോ എന്നുള്ളതാണ്. ഏത് പ്രതിസന്ധികളിലും ഒരു വിശ്വാസിയുടെ മനസ്സ് പതറാതെ സന്തോഷത്തോടുകൂടി അതിനെ തരണം ചെയ്യുവാനുള്ള മനസ്സ് അവന് കിട്ടുന്നത് എന്തുകൊണ്ടാ അറിയോ? അള്ളാഹുവിലുള്ള വിശ്വാസം, ഈമാൻ. അതൊരു വിശ്വാസിന്റെ സന്തോഷമാണ്. ഈമാൻ ഹൃദയത്തിലുണ്ടെങ്കിൽ ഏത് പ്രതികൂലതകളിലും നമുക്ക് ആനന്ദ നിർഭരമായ ഒരു ജീവിതം സാധ്യമാകുമെന്നാണ്. നമുക്കറിയാലോ, രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളിൽ മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയുള്ള ദിക്റുണ്ട്. ആ ദിക്റ് സൂറത്തു തൗബന്റെ അവസാനത്തെ ആയത്താണ്. അത് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. സുഹൃത്തുക്കളെ, ആ ഒരു വചനം മതി. അത് 7 പ്രാവശ്യം ചെല്ലിയാൽ അവൻ അന്ന് സമാധാന ജീവിതം കിട്ടുന്നതാണ്. എന്തപ്പാ ദിക്റുള്ളത്? വഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. എന്തെടങ്ങേറ് മനസ്സിക്ക് വരുമ്പോഴും നമ്മൾ പറയാണ് ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധ്യനില്ല. ഏത് പ്രതിസന്ധികളെയും പരിഹരിക്കുവാൻ പറ്റുന്ന അഭൗതികമായ കഴിവും ശക്തിയുമുള്ള ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ അള്ളാഹു, ജീവിച്ച് ഹയ്യായുള്ള അള്ളാഹുവിൽ വിശ്വാസമുള്ളിടത്തോളം കാലം എനിക്കവൻ മതി. എന്റെ എന്ത് പ്രശ്നവും അവൻ പരിഹരിക്കും. അലൈഹി തവക്കൽതു, ഞാൻ എന്റെ മനസ്സിന്റെ പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ അവനിൽ ഏൽപ്പിച്ചിരിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അദീം, അള്ളാഹിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണ് അർശ്, അള്ളാഹുവിന്റെ സിംഹാസനം. അതിനെ സൃഷ്ടിക്കാൻ കഴിയുന്ന നാഥന് പരിഹരിക്കാൻ പറ്റാത്തതൊന്നുമില്ല. അതുകൊണ്ട് ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി എന്ന് പറയുമ്പോൾ മനസ്സിലുള്ള ഏത് വേദനകൾക്കും അത് ആശ്വാസം നൽകുന്നില്ല. അപ്പൊ സുഹൃത്തുക്കളെ, നിത്യമായൊരു സന്തോഷം അനുഭവിക്കാനുള്ള വഴികൾ അള്ളാഹു നമുക്ക് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? തെറ്റുകളെ കുറിച്ചുള്ള കുറ്റബോധം ഉണ്ടല്ലോ, അതന്നെയാണ് നമ്മുടെ മനസ്സിന്റെ ഏറ്റവും വലിയ പ്രയാസം. സുഹൃത്തുക്കളെ, പാപങ്ങൾ ചെയ്യാതിരിക്കും. ആ മനസ്സിന് എന്നും പെരുന്നാളായിരിക്കും. തെറ്റുകളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് മുക്തമായിട്ട് നമ്മൾ ജീവിക്കണം. നമുക്കറിയുന്ന ഒരു കാര്യം, ഒരു തിന്മ നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. തിന്മകളോടുള്ള ഒരു വിശ്വാസിന്റെ കാഴ്ചപ്പാട് നമ്മൾ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ വജ്ഹത്തുന് പകരമായി ചെല്ലുന്ന ഒരു ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്തായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് അല്ലാഹുമ്മ നഖ്നി മിനൽ ഖത്തായ കമാ യുനഖ്ക തൗബുൽ അബയദു മിനദ് ദനസ് അല്ലാഹുമ്മ ഗ്സിൽ ഖത്തായായ ബിൽ മാഇ വസ്സൽജി വൽ ബറദ്. എന്റെ തെറ്റുകളെ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ എത്ര അകലമുണ്ടോ അത്ര അകലത്തേക്ക് എന്റെ തെറ്റുകളെ മാറ്റണം. എന്റെ തെറ്റുകളെ ഒരു വസ്ത്രം കഴുകുന്നത് പോലെ എന്റെ മനസ്സുകളിൽ നിന്ന് എന്റെ പാപങ്ങളെ കഴുകിത്തരണം. വെള്ളം കൊണ്ടും മഞ്ഞുകൊണ്ടും ആലിപ്പഴം കൊണ്ടുമൊക്കെ എന്റെ മനസ്സിനെ നീ ശുദ്ധീകരിച്ചു തരണം എന്നാ പ്രാർത്ഥന. തെറ്റുകളെ അങ്ങനെ മാറ്റി നിർത്തി നോക്കൂ സഹോദരങ്ങൾ. ഏതായാലും ഒരു മാസം നമ്മൾ നോമ്പ് നോറ്റ് നമുക്കതിനുള്ളൊരു കഴിവ് നേടി ഇനി ഹറാമായ ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരോട് പറയാം. അപ്പൊ നമ്മുടെ ജുമാക്ക് വരികയാണെങ്കിലും ഈദ്ഗാഹിന് വരികയാണെങ്കിലും ഒക്കെ നമ്മൾ നിസ്കരിക്കാനല്ലേ സഹോദരങ്ങളെ വരുന്നത്. നിസ്കരിക്കുമ്പോൾ ഒരു സഹോദരിയുടെ ആ മുൻകൈയും മുഖവും അല്ലാത്തത് മുഴുവൻ മറഞ്ഞിരിക്കണമെന്ന് നിർബന്ധമല്ലേ?
നിർബന്ധമല്ലേ? ഒരുപക്ഷെ നമ്മൾ ജീവിച്ച സാഹചര്യങ്ങളോ ചുറ്റുപാടുകളോ ശീലങ്ങളോ ഒക്കെ അതിനെതിരാണെങ്കിൽ നമ്മൾ ഖുർആനിലേക്ക് മടങ്ങണ്ടേ? പ്രവാചകന്റെ വചനങ്ങളിലേക്ക് മടങ്ങണ്ടേ? മൂടി പുതച്ച് എല്ലാം എല്ലാ ഭാഗങ്ങളെയും കവർ ചെയ്തല്ലേ നമ്മളെ കബറിലേക്ക് കൊണ്ടുപോവുക? നമ്മുടെ തൊലികൾ സാക്ഷി പറയില്ലേ? നമ്മുടെ കൈകാലുകൾ സാക്ഷി പറയില്ലേ? അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യാതിരിക്കുക. മനസ്സിന് സന്തോഷം ഉണ്ടാവുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ മാത്രം സന്തോഷമല്ല സുഹൃത്തുക്കൾ. ഉള്ള പണവും അക്കൗണ്ടിലെ ക്യാഷും മുഴുവനും അടിച്ചു പൊളിച്ച് തിന്നും കുടിച്ചും വസ്ത്രം ധരിച്ചും ഹോട്ടലിൽ കയറിയും ആഘോഷിച്ച സന്തോഷം കിട്ടൂല. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യുമ്പോൾ ആ സന്തോഷം കിട്ടും. മറ്റുള്ളവർക്ക് കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ഈ പെരുന്നാളിന്റെ ദിനം തന്റെ മക്കൾക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന ആലോചിക്കുന്ന ആരെങ്കിലും ഉണ്ടാകും? ആരും ഉണ്ടാവൂല. നിർബന്ധമായ സക്കാത്തുൽ ഫിത്ർ എല്ലാരും കൊടുക്കണം. സ്വന്തം വീട്ടിലെ ആവശ്യത്തിന് ഭക്ഷണം കഴിച്ച ബാക്കി കൊടുക്കണം. എല്ലാ വീട്ടിലും അരി എത്തല്ലേ സുഹൃത്തുക്കൾ? എന്താ അതിന്റെ അർത്ഥം? ഇന്നത്തെ ദിവസം നമുക്ക് സന്തോഷിക്കണമെങ്കിൽ അയൽവാസിന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാകണം എന്നുള്ളതാണ്. തുഅമത്തല്ലിൽ മസാക്കീൻ, പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണമാണ്. അത് കൊടുക്കണം സുഹൃത്തുക്കൾ. നമുക്ക് കിട്ടുന്ന വരുമാനങ്ങളിൽ നിന്ന് നിങ്ങൾ കൊടുക്കണം. നമ്മുടെ ബന്ധുക്കളും കുടുംബങ്ങളും അനാഥകളുമായ ആളുകൾക്ക് കൊടുക്കുമ്പോൾ ജീവിതം ആഹ്ലാദമാകും, സന്തോഷമാകും. കോടികൾ ചിലവഴിച്ചുണ്ടാക്കിയ അനാവശ്യമായ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിന് വേദനയാണ് ഉണ്ടാവുക. എന്നാൽ കിടക്കാൻ ഒരു പായ വലിച്ചു കെട്ടിയവൻ ഒരു വീടുണ്ടാക്കി കൊടുത്താൽ മരിക്കോളം ആ കൂര കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് ഉണ്ടാവുക. ആർഭാടത്തിന്റെ നമ്മുടെ ഭവനം നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുമ്പോൾ ആരാന് കെട്ടിക്കൊടുത്തൊരു കൂരുണ്ടല്ലോ, അതെന്നും അതിന്റെ മുറ്റത്ത് ചെല്ലുമ്പോൾ മനസ്സമാധാനമാണ് ഉണ്ടാവുക. സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൂർത്തിലും ആർഭാടത്തിലും കിട്ടുന്ന സന്തോഷം. നമുക്ക് എന്നും പെരുന്നാളാവാൻ അള്ളാഹു റസൂലും പഠിപ്പിച്ച മാർഗങ്ങളാണ് സുഹൃത്തുക്കളെ. അവനെ മനസ്സിൽ വിശ്വാസമുള്ളൂ, പരലോക ബോധമുള്ളൂ. മതത്തെ കളവാക്കുന്നവനെ നീ കണ്ടുപോന്നാണ്. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാത്ത, അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കാത്ത, അനാഥരെ ആട്ടി അകറ്റി കളയുന്നവൻ അവൻ പരലോകത്തെ നിഷേധിക്കുന്നവനാണ്, മതത്തെ കളവാക്കുന്നവനാണ് എന്നാണ്. പിന്നെന്താണ് സുഹൃത്തുക്കളെ സന്തോഷം? ഇസ്ലാമികമായി നമുക്ക് സന്തോഷം കിട്ടാനുള്ള കാര്യമാണ് നമ്മുടെ കുടുംബാംഗങ്ങൾ. നമ്മുടെ ഒരു കുട്ടി ഹിഫ്ള് പഠിച്ച് ഈ റമദാനക്ക് പള്ളിയിൽ ഇമാമത്ത് നിന്ന് ബാക്കിൽ നിന്ന് നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവൂല, കൺകുളിർമ ഉണ്ടാവൂല സുഹൃത്തുക്കളെ. നമ്മുടെ കുട്ടികൾ നമ്മൾ പറയാതെ ഒതു ഉണ്ടാക്കി വന്ന് ആ ഫർദ് നിസ്കരിക്കുമ്പോൾ നമ്മുടെ മക്കളാ ഇസ്ലാമിന്റെ വേഷം ധരിച്ച് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളുള്ള കോളേജിലും സ്കൂളിലുമെല്ലാം തട്ടമിട്ട് മറ്റുള്ളവരെല്ലാം അതിനെ പരിഹസിക്കുമ്പോഴും അവിടേക്ക് പോകുന്ന നമ്മുടെ മകളെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ, ഞങ്ങൾക്കൊരു കൺകുളിർമ, സന്തോഷം ഞങ്ങളുടെ ഇണകളിൽ നിന്ന് മക്കളിൽ നിന്ന് തരണേന്ന് ദുആ ചെയ്യണം. ആ കൺകുളിർമ എന്താ? മക്കൾ ഡോക്ടറായ സന്തോഷം ഉണ്ടാവും, അവർ നല്ല ഉന്നത സ്ഥാനങ്ങളിലെത്തിയ സന്തോഷം ഉണ്ടാവും, അവർ നല്ല ഉടുപ്പിട്ടാൽ സന്തോഷമുണ്ടാകും. പക്ഷെ അവരിൽ ദീന് കാണുമ്പോണ്ടാകുന്ന ആഹ്ലാദം ഉണ്ടല്ലോ, അധിക ലോകത്തും പരലോകത്തും നമുക്ക് നിലനിൽക്കുന്ന സന്തോഷമാകുന്നു എന്നാണ്. അതേപോലെ തന്നെ ത്യാഗമുള്ളൊരു മനസ്സ് സന്തോഷം നൽകും. എന്തെങ്കിലുമൊക്കെ ദീനിന് വേണ്ടി ഒരു ത്യാഗം ചെയ്യ സുഹൃത്തുക്കൾ. ഏറ്റവും മിനിമം ബാങ്ക് കൊടുക്കുമ്പോൾ രാവിലെ പുതപ്പ് മാറ്റി പള്ളി പോവാനുള്ള ഒരു ത്യാഗ മനസ്സുണ്ട്. നമ്മുടെ നിർബന്ധമായ സക്കാത്ത് കൊടുക്കാനുള്ള ഒരു ത്യാഗ മനസ്സ്, അള്ളാന്റെ ദീനിലേക്ക് ഒരാളെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു മനസ്സ്, നാം കേട്ട നല്ലൊരു പ്രഭാഷണം മറ്റുള്ളവർ അയച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ്. ത്യാഗത്തിന്റെ മനസ്സുകൾക്ക് സന്തോഷം ഉണ്ടാവും. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കൊണ്ട് അധ്വാനിച്ച ഒരു തൊഴിലാളി അവന്റെ കൂലി വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിന്റെ ചാരിതാർത്ഥ്യമില്ല, അത് അധ്വാനത്തിന്റെ സംതൃപ്തിയാണ്. ദീനിനു വേണ്ടി ത്യാഗം ചെയ്യുമ്പോൾ മനസ്സുകൾ ആനന്ദപ്പെടും. എല്ലാറ്റിൽ നിന്നും മാറി മടിയനായി അലസനായി കാരണങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും പറ്റൂല. അറിയുന്നത് ചെയ്യാതിരിക്കരുത്, മനസ്സിന് വേദനയിക്കാനും സന്തോഷം ഉണ്ടാവില്ല. അറിയണത് ചെയ്യണം സുഹൃത്തുക്കൾ. അല്ലേ, പള്ളിയിൽ പോകണം നമുക്ക് മനസ്സിലായില്ലേ? റമദാനിക്ക് നമ്മൾ പള്ളിയിൽ പോകണം, ഇനിയും പോകണം. ഖുർആൻ ഓതണം എന്ന് മനസ്സിലായില്ലേ? ഇനിയും നമ്മൾ ഇന്ന് ഖുർആൻ ഓതണം. ഇന്നലെ ഓതിയതുപോലെ ഇന്ന് ഓതണം. കഴിഞ്ഞ രാത്രികളിൽ രാത്രി നിസ്കരിച്ച പോലെ നിസ്കരിക്കണം. 6 നോമ്പ് ഏറ്റവും പുണ്യകരം, ഒരു കൊല്ലത്തെ പ്രതിഫലം കിട്ടുന്നതാണ് 6 നോമ്പ്. നമ്മൾ ആ സുന്നത്ത് നോമ്പുകളെ പാലിക്കാൻ നമ്മൾ ശ്രമിക്കണം. എല്ലാം ആഹ്ലാദത്തിനാണ്. യാത്ര പോയി ക്ഷീണിക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറയും, ബിലാലെ അരിഖ്നാബിഹയാ ബിലാൽ, ഞങ്ങൾക്ക് ആശ്വാസം പകരുത്, ഒരു ചായ കുടിക്കാന്നല്ല, ഇവിടെ കുറച്ചേരി ഇരിക്കാന്നല്ല, നമുക്ക് നമസ്കാരത്തിലൂടെ ആനന്ദം കണ്ടെത്താന്ന്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഏറ്റവും ആനന്ദം കിട്ടുന്നത് ഖുർറത്തു ഐനി ഫിസ്സലാത്താണ്, നിസ്കാരത്തിലാണ്. സുഹൃത്തുക്കളെ, ധൃതി പിടിച്ച് ഓടി വെച്ച് കടമയല്ല, വന്ന് നിന്ന് പറയുന്ന ഓരോ ഫാത്തിഹന്റെ വചനങ്ങൾക്കും അള്ളാഹു മറുപടി പറയും.
അള്ളങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്റെ നിസ്കാരം എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സാന്നിധ്യത്തോടെ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം ആഹ്ലാദമാണ്, സന്തോഷമാണ്, കൺകുളിർമയാണ് എന്ന്. അതുപോലെ മനസ്സിന് സന്തോഷം നൽകുന്നതാണ് കുടുംബ ബന്ധങ്ങൾ. ആരോടും പിണങ്ങി നിൽക്കരുത് സുഹൃത്തുക്കൾ. ഒരു പിണക്കം നമ്മുടെ മനസ്സിനുണ്ടാക്കുന്ന വേദന, കുറ്റബോധം വലുതാണ്. ആരോടും പിണങ്ങരുത്. ഇന്ന് നിങ്ങൾ ഈദ്ഗാഹ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് കുറച്ചൊന്നിങ്ങനെ മനസ്സകലമുണ്ട് എന്ന് ആരോടെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അവനെയാണ് ഫസ്റ്റ് ഫോൺ എടുത്ത് വിളിക്കേണ്ടത്. അസ്സലാമു അലൈക്കും, ഈദ് മുബാറക്, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് നിങ്ങൾ ആദ്യം വിളിക്കേണ്ടത്. എന്നും വിളിക്കുന്ന ആളല്ല. ഇതുവരെ വിളിക്കാൻ വിട്ടുപോയ, മനസ്സകന്നുപോയോ എന്ന് സംശയിച്ച, പിണക്കമുണ്ടോ എന്ന് സംശയിച്ച ആ വിളിണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് മനസ്സിലൊരു സന്തോഷം കിട്ടാൻ. ഇന്നത്തെ ദിവസത്തിന്റെ സന്തോഷം ആ പിണക്കങ്ങൾ ഒന്നാകുമ്പോൾ കിട്ടുന്ന സന്തോഷമായിരിക്കുന്നതാണ്. ഏറ്റവും വലിയ സന്തോഷം ദുനിയാവിൽ ദീന് കൊണ്ട് ഈ സന്തോഷങ്ങളൊക്കെ അനുഭവിച്ചിട്ട് സുഹൃത്തുക്കളെ മരിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടാൻ. എന്താ? മരിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ കാലത്തെ ജീവിതമൊക്കെ ഒന്നിങ്ങനെ ആലോചിക്കും. ഇല്ല, ഞാൻ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ചാണ് ജീവിച്ചത്, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി നിക്ഷേപിച്ചിട്ടുണ്ട്, കടം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മനസ്സമാധാനത്തോടെ ആലോചിക്കുമ്പോൾ മനസ്സമാധാനത്തോടെ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിച്ചു. ആ സ്വർഗമാണ് നിത്യമായ സന്തോഷം. അവിടെ നമ്മൾ സന്തോഷത്തിന് വേണ്ടി ഒന്നും ചെയ്യണ്ട. ഇവിടെ സന്തോഷത്തിന് വേണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. അവിടെ നമുക്ക് സന്തോഷം കിട്ടാൻ ഈ ദുനിയാവിലെ കർമ്മങ്ങളാണ്. വലത്തെ കയ്യിൽ ആ ഗ്രന്ഥം കിട്ടിയ തീരുമാനമായി സുഹൃത്തുക്കൾ, തീരുമാനമായി. ഈ ഈദ്ഗാഹിന് വന്നതും ചെല്ലിയ തക്ബീറുകളും തഹ്ലീലുകളും സദഖകളും എല്ലാം സ്വീകരിച്ച് ആ ഗ്രന്ഥം വലത്തെ കയ്യിൽ അല്ലാഹു തന്നാൽ തീരുമാനമായി. ഏറ്റവും എളുപ്പമുള്ളൊരു വിചാരണ അവനെ വിചാരണ ചെയ്യും. എന്നിട്ടോ വയൻകലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ, സന്തോഷത്തോടുകൂടി അവന്റെ ആളുകളിലേക്ക് അവൻ തിരിച്ചു പോകും, കുടുംബങ്ങളിലേക്ക് എത്തും. മരിച്ചുപോയവര് നമ്മളൊപ്പം വരും, നമ്മുടെ മക്കളും കുട്ടികളും എല്ലാവരും നമ്മളോടൊപ്പം വരും. നിത്യമായ സന്തോഷത്തോടുകൂടെ കുടുംബങ്ങളിലേക്ക് അവൻ മടങ്ങിപ്പോകും. അശ്രദ്ധമായി ജീവിച്ച് പിശാചിന് കീഴ്പ്പെട്ട് ആഗ്രഹങ്ങൾക്കും ആഹ്ലാദങ്ങൾക്കും വഴിപ്പെട്ട് തിന്മകളോടൊപ്പം ജീവിച്ച് മരണപ്പെട്ടാലോ അത് പുറകിലൂടെ ആ ഗ്രന്ഥം നൽകപ്പെടും. എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് അവൻ അലറി വിളിച്ചുകൊണ്ടിരിക്കും. എന്റെ കാര്യം വയസ്സില കത്തിജ്വലിക്കുന്ന നരകമാണ് അവന് വാസകേന്ദ്രം. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ, അവൻ അവന്റെ ദുനിയാവിലെ ജീവിതത്തിൽ അടിച്ചു പൊളിച്ചു സന്തോഷിച്ചു. അവന്റെ സന്തോഷം മരണത്തോടെ അവസാനിച്ചു. ഇനി അവന് നരകമാണുള്ളത് എന്നാണ് ഈ ആയത്തിന്റെ സാരം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ നിർദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് സന്തോഷമാക്കുക. ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടിയപ്പോൾ എന്ത് ആഹ്ലാദമുണ്ടോ, ഇതൊക്കെ ഈ ദീന് കൊണ്ട് നമുക്ക് കിട്ടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിയായ ഈമാൻ കൊണ്ടും വിശ്വാസം കൊണ്ടും ഇതൊക്കെ നമുക്ക് സാധ്യമാകും. അതുകൊണ്ട് നമ്മൾ ദീനുള്ളവരാകും. നമ്മുടെ കുടുംബത്തെ ഭയപ്പെടാതെ അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, അവരെ നമ്മൾ പരിചരിക്കുന്നു, അവരോട് കണിശമായി ദീന് പാലിക്കാൻ നമ്മൾ പറയണം. സ്നേഹത്തോടുകൂടി അവരെ ഉപദേശിക്കണം. ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവോട് ഇതൊക്കെ കബൂൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം. സുഹൃത്തുക്കളെ, ഇന്ന് ജുമുഅ കൂടിയുള്ള ദിവസമാണ്, ജുമുഅയുള്ള ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദിലും പങ്കെടുത്തു, ജുമുഅയിലും പങ്കെടുത്തു. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തിരക്കോ യാത്രകളൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഇളവുണ്ടാവാം. അതിലുപരി നമ്മളെല്ലാവരും അഫ്ളലിയത്ത്, അള്ളാഹുവിന്റെ റസൂൽ രണ്ടും നിസ്കരിച്ചതുകൊണ്ട് നമ്മൾ രണ്ടിലും പങ്കെടുക്കുകയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ദീൻ ശരിയായി ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കാം. ധാരാളം ആളുകൾ നമ്മോടൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ ബന്ധുക്കളും കുടുംബങ്ങളും രോഗികളുണ്ട്. അള്ളാഹു ഇവിടെ രോഗത്തെ നീ ശിഫയാക്കി കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ ദീനിലേക്ക് കൂടുതൽ അടുക്കുവാനും ഈ റമദാനിൽ കിട്ടിയ തഖ്വയും ആത്മചൈതന്യങ്ങളും ഇതുപോലെ മരണം വരെ തുറന്നു പോകാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണമെന്നാണ്. അള്ളാഹുവെ കടുത്ത തീരുമാനങ്ങൾ, ദീനിനെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാനുള്ള പ്രതിജ്ഞകൾ, തീരുമാനങ്ങൾ എടുക്കാൻ ഈ സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് മനസ്സുറപ്പും തൗഫീഖും നീ പ്രദാനം ചെയ്യണമെന്ന് റഹ്മാൻ. അള്ളാഹു ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, കുടുംബങ്ങൾ, അവിടെയെല്ലാം ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമെന്നാണ്. കഴിഞ്ഞ പെരുന്നാളുകളിൽ ഞങ്ങളുടെ സെപ്പുകളിൽ നിന്ന് കൂടെ വന്ന് നിസ്കരിച്ച ആളുകൾ ഇന്ന് ഖബറിലാണ്. അവരുടെ പരലോകത്ത് നീ നന്നാക്കി കൊടുക്കണമേ റഹ്മാൻ. അള്ളാഹുവെ നിത്യമരണമില്ലാത്ത നിത്യസന്തോഷം, ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ആനന്ദപൂർണമായ സ്വർഗത്തിലെത്താൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകിയിടമേ തമ്പുരാനെ.
അള്ളാഹുവേ, ആ വിശാലമായ സ്വർഗത്തിന്റെ അഖിലുകാരാകാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണമേ റഹ്മാൻ. അള്ളാഹുവേ, ഭയാനകമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാൻ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് ഈ സന്തോഷത്തെ പ്രദാനം ചെയ്യണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على